ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്നോട് ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ചേച്ചി സി സെക്ഷൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 45 ദിവസം കഴിഞ്ഞ് ഒരു ഡോക്ടർ ചെക്കപ്പും കൂടെ ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി നോർമൽ ആണോ പെർഫെക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെക്കപ്പും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. 45 ഇപ്പോൾ 60 ദിവസമൊക്കെ കഴിഞ്ഞു. എങ്കിലും ആ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസവും കൂടെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നു, എനിക്ക് ഡെലിവറി പേടിയാണ് ചേച്ചി, അപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് പറയാമോ, അതൊരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്, സിസേറിയൻ വേദന ഉണ്ടാക്കിയോ എന്ന്. ആദ്യമേ പറയട്ടെ, സി സെക്ഷൻ അഥവാ സിസേറിയൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചാണ് എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട, ഞാൻ സി സെക്ഷനാണ് എടുക്കുന്നതെന്നുള്ളത്. അത് ഞാൻ എന്നാണോ പ്രഗ്നൻ്റ് ആയത് അന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. കാരണം അതിന് മുൻപൊക്കെ എനിക്ക് നമ്മൾ ഇങ്ങനെ സിസേറിയൻ കഴിഞ്ഞവരെയും കണ്ടിട്ടുണ്ട്, നോർമൽ ഡെലിവറി കഴിഞ്ഞവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രഗ്നൻ്റ് ആവാൻ തീരുമാനിച്ച കാലം തൊട്ട് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ തീരുമാനിച്ചാണിത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ അതിന് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു, മാതൃത്വം എന്ന് പറയുന്നത് അറിയണം എന്നുണ്ടെങ്കിൽ ആ നോർമൽ ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നൊക്കെ ഉള്ളത്. അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് വേദന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെയിൻ ടോളറൻസ് എന്ന് പറയുന്നത് 0 ആണ്. എനിക്ക് ഒട്ടും വേദന എടുക്കാതെ പ്രസവിക്കാൻ പറ്റുമെങ്കിൽ ആ വഴിയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. കാരണം ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു വർഷം മുൻപ് വരെ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോട്ടെ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെടുന്ന ആളായിരുന്നു ഞാൻ. നാളെ രാവിലെ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റാതിരുന്ന ആളാണ് ഞാൻ. ഇനി സിസ്റ്റർ എന്താ നമ്മൾ ഇടാൻ പോകുന്നത്? ആ സാധനം ഇടാൻ ഒന്നും പേടിക്കണ്ട, ഞാൻ തിരിച്ചു കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, ആകെ പേടിയാവില്ല. ഗമയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കയറിയതായി ഇറങ്ങിയിട്ടുണ്ടോ. അത്രമാത്രം പേടിയുള്ള ഒരു കുട്ടി പ്രസവം എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോസസ്സിനെ ഡീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സി സെക്ഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് എന്തായാലും വേദനയില്ല. അപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ ഏത് സമയത്ത് ആണ് നമ്മുടെ പ്രസവം എന്നുള്ളത് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട്, ഓക്കെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ പോവുകയാണ്, അടുത്ത ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ കുഞ്ഞുവാവ ഉണ്ടാകും എന്നൊക്കെയുള്ളത് നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആയതിനു ശേഷം അങ്ങോട്ട് പോകാം. ഈ 2 കാര്യങ്ങൾ എന്നെ ഈ ഇതിലേക്ക് ആദ്യമായിട്ട് അട്രാക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെയിൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂരുള്ള കവിത ഡോക്ടർ. അപ്പം ഞാൻ എന്നാണോ പ്രഗ്നൻ്റ് ആയത് അന്ന് മുതൽ ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളടക്കം ചോദിക്കുമായിരുന്നു. ഡോക്ടറെ ഇപ്പം അയൺ കഴിക്കാമോ, കാൽഷ്യം കഴിക്കണോ, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ലേക്ക് ഷോറിലെ ഡോക്ടർ സ്മിത ജോയിയുടെ പേഷ്യൻ്റായി അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇവർ 2 പേരോടും കൃത്യമായിട്ട് എപ്പോഴും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കവിത ഡോക്ടർ പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നു, സി സെക്ഷനാണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ, നീ മെൻ്റലി അതിനാണ് പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലും കൂടെ എടുത്തു, അങ്ങനെയാണെങ്കിൽ വേദന വളരെ കുറവായിരിക്കും എന്നുള്ളത്. എപ്പിഡ്യൂറൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ ഡെലിവറിക്ക് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സി സെക്ഷനിലും എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ ആ കാര്യം ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയല്ലോ. എന്നിട്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ എത്ര നേരം എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു ആ രീതി എന്ന് പറയുന്നത് സിസേറിയനും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പിഡ്യൂറലിൻ്റെ ഇഞ്ചക്ഷൻ, ആ ഒരു നീഡിൽ ഭയങ്കര വലുതാണ്, അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പേടിച്ച് വിറച്ച് നമുക്കിങ്ങനെ കയ്യും കാലും ഒക്കെ മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ചെറിയ വേദന എടുത്താൽ പോലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, കാരണം നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് ആ സമയത്ത് നിൽക്കുന്നത്. എങ്കിൽ ഞാൻ ഇനി അടുത്ത റൗണ്ടിലേക്ക് എടുക്കട്ടെ ക്യാമറ.
അപ്പോഴും ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താ ഇത് ആൾക്കാർ ഓരോ അനാവശ്യം പറയുന്നതാണ്. നമുക്ക് ആദ്യം നമ്മളെ അവിടെ മരവിപ്പിക്കും. മരവിപ്പിച്ചതിന് ശേഷമാണ്, അതായത് ചെറിയൊരു ഇഞ്ചക്ഷൻ തന്ന് മരവിപ്പിച്ചതിന് ശേഷമാണ് ഈ എപ്പിഡ്യൂറലിൻ്റെ നീഡിൽ കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അതിഭീകര പെയിനും പ്രശ്നങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. കാരണം നമുക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിലിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ നീഡിലിൻ്റെ പെയിൻ എന്ന് പറയുന്നത് വളരെ ടോളറബിൾ ആയിരുന്നു. ഇത് പറയുന്നത് 0 ടോളറൻസ് ഉള്ള ഒരാളാണെന്നും കൂടെ ഓർക്കണം. അങ്ങനത്തെ എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പിഡ്യൂറൽ എടുക്കണോ അതോ സ്പൈനൽ അനസ്തേഷ്യ മാത്രം മതിയോ? സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ മരവിപ്പിച്ചതിന് ശേഷം നോർമലി കുട്ടിയെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെടുക്കണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനിങ്ങനെ സ്പൈനൽ അനസ്തേഷ്യ എടുക്കണോ എപ്പിഡ്യൂറൽ എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വീണ എങ്ങനെയാണ്, വീണയ്ക്ക് വേദന ഒട്ടുമേ സഹിക്കാൻ പറ്റാത്ത ആളാണോ അതോ ഒരു വിധമൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഒട്ടുമേ വേദന സഹിക്കാത്ത ഒരാളാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആക്കണം. നാളെ ഒരു കാലത്ത് ഇനി ഒരു കുഞ്ഞ് എന്ന് ഞാൻ എന്തെങ്കിലും ആലോചിക്കും എന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ പൊന്നെ എനിക്കിത് വേണ്ട, എനിക്കിനി ആ പെയിനിലൂടെ കടന്നു പോകാൻ പറ്റില്ല എന്ന് എൻ്റെ മൈൻഡ് പറയരുത്. അതിന് പകരം ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയാണ്, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാകണം എൻ്റെ മൈൻഡ് ഇപ്പോൾ പറയേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ സ്മിത ഡോക്ടർ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എപ്പിഡ്യൂറൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എപ്പിഡ്യൂറലിലേക്ക് കടക്കുന്നത്. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറിനെയാണ് ഞാൻ നോക്കിയിരുന്നത്. എന്ത് വിളിച്ചു ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അപ്പം തന്നെ മെസ്സേജിന് മറുപടി കിട്ടുന്ന ഒരു കോൾ എവയുള്ള ഡോക്ടർ. അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കും എപ്പിഡ്യൂറൽ ഉണ്ടാവുക, അതായത് 24 മണിക്കൂറിലേക്കായിരിക്കും എപ്പിഡ്യൂറൽ ഇടുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ അനസ്തേഷ്യ തന്ന ഡോക്ടർ, ആ ഡോക്ടറോട് എനിക്ക് ഭയങ്കരമായ ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്. കാരണം ആ ഡോക്ടർ, മല്ലിക എന്നായിരുന്നു ഡോക്ടറുടെ പേരെന്നാണ് എനിക്ക് ഓർമ്മ. ഡോക്ടറാണ് പറഞ്ഞത് 60 മണിക്കൂറിലേക്ക്, അതായത് ഒരു ബോട്ടിലാണ് എപ്പിഡ്യൂറൽ തരുന്നത്, ആ ബോട്ടിൽ തീരുന്നത് 60 മണിക്കൂറിലാണ്. ആ 60 മണിക്കൂർ എപ്പിഡ്യൂറൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. 60 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും 2.5 ദിവസമായി. 2.5 ദിവസത്തോളം എപ്പിഡ്യൂറൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇവിടെ ഫുൾ ടൈം നമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെയിൻ എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു ഡെലിവറി കഴിഞ്ഞ്, എസ്പെഷ്യലി ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായ വേദനയിൽ പുളയുന്ന അവസ്ഥയിലായിരിക്കും. കാരണം പതുക്കെ നമ്മുടെ ആ നമ്പിങ് എഫക്റ്റ് മാറി തുടങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മൾ ആ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ റിലേറ്റീവ്സിനെ എല്ലാവരെയും കണ്ട് വളരെ ചിരിച്ച മുഖത്തോടെയാണ് ഞാൻ വന്നത്. ഒത്തിരി സംസാരിക്കാൻ പറ്റുന്ന അത്രയും എനർജറ്റിക് ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്കങ്ങനെ ഒരു പെയിനും അറിയുന്നുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെക്ഷനിലൂടെ പോകുന്നവരോട് എല്ലാവരും പറയുന്നതാണ്, രണ്ടാമത്തെ ദിവസം, അതായത് നമ്മളുടെ ഡെലിവറി കഴിഞ്ഞുള്ള അടുത്ത ദിവസം നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയം എന്ന് പറയുന്നത്, എൻ്റെ മോനെ, ഒരു തരത്തിലും നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല. നമ്മൾ വേദന കൊണ്ട് പുളയും കരയും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ ഒരു അവസ്ഥ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇന്ന് രാവിലെ നഴ്സുമാർ വരും, എന്നോട് എഴുന്നേറ്റ് നടക്കാൻ പറയും, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് അതിഭീകരം. വിചാരിച്ച പോലെ തന്നെ അടുത്ത ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നഴ്സുമാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, വീണ നമുക്ക് പതുക്കെ എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് നടക്കാതെ തന്നെ ബെഡിൽ കിടന്ന് തന്നെ കരയുക, എനിക്ക് വേണ്ട, ഭയങ്കര പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വേറെ നിവർത്തിയില്ല, നമുക്കത് നടന്നേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു സ്റ്റിച്ചൊക്കെ ഉണങ്ങാനൊക്കെയുള്ള ഒരു ഇതിന് നടക്കുകയൊക്കെ ചെയ്യണം, നമുക്ക് നമ്മളുടെ ബോഡിയൊക്കെ ഓക്കെ ആണെന്ന് അറിയാനൊക്കെ ഇതേ പറ്റുള്ളൂ, നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ ഇത് വരണേന് മുന്നേ കരഞ്ഞു തുടങ്ങുകയാണ്. പക്ഷെ സത്യം പറയാലോ, ഞാൻ വളരെ ശ്രദ്ധിച്ച് ഭയങ്കര പതുക്കെയാണ് ആ ബെഡിൽ നിന്ന് ഒരു കാലെടുത്ത് നിലത്തേക്ക് വെക്കുന്നത്. പക്ഷെ വിചാരിച്ച പോലത്തെ പെയിനോ അല്ലെങ്കിൽ എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ എപ്പിഡ്യൂറൽ 60 മണിക്കൂർ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് ആ നമ്പിങ് എഫക്റ്റ് തന്നെയാണ് ഇവിടേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നും ഇല്ല. ഇനി രണ്ടാമത് നമ്മൾ യൂറിൻ പാസ് ചെയ്യണം, മോഷൻ പോകണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തണമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ച് ഉള്ളത്, സ്കാർ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ
നമുക്ക് എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ, അതായത് വളരെ ചെറിയ തോതിലുള്ള പെയിൻ മാത്രമായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. മോർ ഓവർ എന്താ പറയുക, എല്ലാവരും നമ്മൾ നമ്മുടെ മനസ്സിൽ ചില വേദനകളൊക്കെ പ്രതീക്ഷിക്കുമല്ലോ, ഇത് അതിഭീകരമായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നൊക്കെ. അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്കത് വളരെ സഹിക്കാവുന്ന അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ അതിനുശേഷം എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾ സി സെക്ഷനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു വേദനയില്ലാത്ത പ്രസവമായിരുന്നു സി സെക്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സാധ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സെക്ഷൻ വിത്ത് എപ്പിഡ്യൂറൽ, അതും എപ്പിഡ്യൂറൽ ഫോർ 60 hours. അപ്പോൾ ഭയങ്കര സുഖമുള്ള അവസ്ഥയാണ്. കാരണം 2.5 ദിവസം കഴിഞ്ഞതിന് ശേഷം, 2.5 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കാറൊക്കെ ചെറുതായിട്ടൊക്കെ ഉണങ്ങി തുടങ്ങും. അപ്പം നമുക്ക് അത്രയും അതിഭയങ്കരമായ വേദനയൊന്നുമില്ല. എന്നിട്ടും എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെ, ഈ 2.5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എപ്പിഡ്യൂറലിൻ്റെ എഫക്റ്റൊക്കെ അങ്ങ് തീർന്നല്ലോ. ആ ബോട്ടിൽ എൻ്റെ ബോഡിയിൽ നിന്ന് അഴിച്ചു. കാരണം ആ ബോട്ടിൽ കൃത്യമായ മോണിറ്ററിങ് വേണം, നമ്മുടെ പ്രഷറൊക്കെ ഫുൾ ടൈം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബോട്ടിൽ എൻ്റെ ബോഡിയിൽ നിന്ന് അഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് പതുക്കെ എൻ്റെ ബോഡിയിൽ നിന്ന് പോയി തുടങ്ങി. അപ്പോൾ 2.5 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, വേദന ഒരുവിധമൊക്കെ മാറുന്ന അവസ്ഥ എത്തുമ്പോഴത്തേക്കും ആ ചെറിയ വേദനയെ തന്നെ ഞാൻ കരഞ്ഞു തുടങ്ങി. ഡോക്ടറെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് ഭയങ്കര അതിഭീകര വാവിട്ട് കരച്ചിൽ. അപ്പോഴും അതിന് മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ രക്തത്തിലൂടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക, ഈ ഭാഗത്തെ പെയിനൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു റിലീഫ് കിട്ടും. അങ്ങനെ ഒരു 2 ദിവസം ഈ മരുന്നും കൂടെ വെച്ച് ആ 2 ദിവസവും കൂടെ പോയി. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു 5 ദിവസത്തേക്ക് പെയിൻ അറിയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ എനിക്ക് ഉണ്ടാകുന്നത്. 5 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി പിന്നെ നമുക്ക് അങ്ങനെ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള സഹിക്കാൻ പറ്റുന്ന, നമ്മുടെ ഓർമ്മയെ പോലും നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേദന തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതായത് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പം ഞാൻ ആദ്യം ഡോക്ടറോട് പറഞ്ഞ പോലെ, ഡോക്ടർ അതിനുശേഷം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വീണ എന്നോട് പറഞ്ഞത്, ഇനിയൊരു ഡെലിവറി എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നരുത് ഡോക്ടറെ, വളരെ സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആകണം എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഡെലിവറി എന്ന് പറയുന്നത്, സി സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഈ എപ്പിഡ്യൂറലും അത് കഴിഞ്ഞ് ജൊനാക്സ് എപ്പോസിറ്ററിയും ഇതൊക്കെ എല്ലാവരും ഉപയോഗിച്ച് അങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സി സെക്ഷനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതുമല്ല. ഞാൻ തിരഞ്ഞെടുത്തത് ഇതാണ്. എന്തുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്, അതിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം മുറിവൊക്കെ പൂർണ്ണമായിട്ട് ഉണങ്ങി, ഞാൻ വളരെ ഫ്രീ ആയി. ഡോക്ടറെ വീണ്ടും പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതും കഴിഞ്ഞതിന് ശേഷം ഒരു 45 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ലേക്ക് ഷോറിൽ പോയി സ്മിത ഡോക്ടറെ കണ്ടു. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്നെ പോലെ ഒരു പക്ഷേ ചിലപ്പം ഡെലിവറിയേ വേണ്ട ഇതൊക്കെ ആലോചിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത്. ഞാൻ കടന്നുപോയത് വളരെ സന്തോഷമുള്ള എക്സ്പീരിയൻസിലൂടെ ആയിരുന്നു. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് എന്നോട് ഒരുപാട് പേരത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. വീണ്ടും പറയുകയാണ്, സിസേറിയനെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശം ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല. എൻ്റെ എക്സ്പീരിയൻസുകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.